ഇരിട്ടി നഗരസഭയിലെ അംഗൻവാടി വർക്കർ തസ്തികയിലേക്ക് 938 പേരെ 7 ദിവസങ്ങളിലായി അഭിമുഖം നടത്തി തയ്യാറാക്കിയ പട്ടിക. ആകെ 70 പേരുള്ളതിൽ ആദ്യ റാങ്കുകളിലെല്ലാം CPMന്റെ സ്വന്തക്കാരെന്നാണ് ആക്ഷേപം. ഒന്നാം റാങ്ക് നഗരസഭയിലെ ഇപ്പോഴത്തെ CDS ചെയർപേഴ്സൺ, രണ്ടാം റാങ്ക് നഗരസഭയിലെ CPM അംഗത്തിന്റെ ഭാര്യ, മൂന്നാമത് CPM അംഗത്തിന്റെ സഹോദരന്റെ ഭാര്യ, നാലാം റാങ്ക് നേരത്തെ കൗൺസിലറായിരുന്ന DYFI വനിതാ നേതാവ്, അഞ്ചാം റാങ്കിലും CPM നഗരസഭാംഗത്തിന്റെ ഭാര്യ, നഗരസഭയിലെ താൽക്കാലിക ഡ്രൈവറായ ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ഭാര്യയ്ക്ക് 6ാം റാങ്ക്, പാർട്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റയാൾ 7ാമത്, 8ാം റാങ്കിൽ CPM കൗൺസിലർ, ആദ്യ 15-ൽ നഗരസഭാ വൈസ് ചെയർമാന്റെ മകൾ ഉൾപ്പെടെയുണ്ട്. 3 വർഷം കാലാവധിയുള്ള പട്ടിക. ഇഷ്ടക്കാർക്ക് നിയമനം നൽകാൻ വഴിവിട്ട നീക്കം നടത്തിയെന്ന് പ്രതിപക്ഷ ആരോപണം. CPM നേതാവായാൽ അവരുടെ ഭാര്യമാർക്ക് മാത്രമേ കേരളത്തിലെ ജോലി സുതാര്യമല്ലാതെ ഒരു ലിസ്റ്റാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. എന്തിനാ ഈ ഇന്റർവ്യൂ നടത്തുന്നത്? ഇവർ പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുത്താൽ പോലെ നിയമനം. അവരുടെ ആൾക്കാരിൽ തന്നെ മുറുമുറുപ്പുണ്ട് ഈ കാര്യത്തിന്. BPL വിഭാഗത്തിൽപ്പെട്ടവരെയും വിധവകളെയും ഉൾപ്പെടെ തഴഞ്ഞാണ് ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് നിയമനം അട്ടിമറിച്ചതെന്നാണ് പരാതി. എല്ലാം നഗരസഭാ ഭരണസമിതി തള്ളുന്നു. യോഗ്യതയാണ് മാനദണ്ഡം. കൂടുതൽ മാർക്കുള്ളവർ മുന്നിലെത്തി. നമ്മൾ അവരെ പെർഫോമൻസ് അനുസരിച്ച് മാർക്ക് ഇടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിയൊന്നും നഗരസഭയായിട്ട് ചെയ്തതല്ല. ICDS ആണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ടുള്ളത്. അതിലിപ്പോൾ കൗൺസിലർമാരെ വാരിയായിപ്പോയി എന്നുള്ളതിന് നഗരസഭക്കാർ ഉത്തരവാദിത്വമൊന്നുമില്ല. ഏതെങ്കിലും ഒരാൾ ബന്ധുവാന്ന് വെച്ചിട്ട് അവർക്ക് കിട്ടിക്കൂടാ എന്നൊന്നും ഇല്ലല്ലോ. ഞങ്ങളത് ആദ്യം ഈ ലിസ്റ്റ് വന്നത് കഴിഞ്ഞ ശേഷമാണ് ഇവരൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് എന്നുള്ള അറിയുന്നത്. റാങ്ക് പട്ടിക റദ്ദാക്കണമെന്നാണ് പ്രതിപക്ഷ ആവശ്യം. രാഷ്ട്രീയ ലക്ഷ്യം മാത്രമെന്ന് പറഞ്ഞ് ആവശ്യം CPM തള്ളുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.